ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമുക്ക് സുസുക്കി ഫ്ലാഷ് അല്ലെങ്കിൽ റിറ്റ്സിൻ്റെ മൾട്ടിമീഡിയ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മുടെ മൾട്ടിമീഡിയ ഇവിടാണ് വരുന്നത്. ഈ സംഭവം ഈ ഒരു പ്ലെയർ എടുത്തിട്ടാണ് ഇവിടെ മൾട്ടിമീഡിയ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു പാനൽ റിമൂവ് ചെയ്യണം. ഇത് ഇത്രയും ഭാഗമാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സംഭവം എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു സെഗ്മെൻ്റ് ഉണ്ട്, അത് ഇത്രയും ഭാഗം ഇതാദ്യമേ നമ്മൾ എടുക്കണം. എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് സ്ക്രൂ ഉണ്ടാവും. ഇത് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഇത് അഴിക്കാനുള്ള സ്ക്രൂ വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇത് ഈ കാണുന്നില്ലേ, ഇത് നമുക്ക് അഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പാലിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ഒരു പാല് ഞാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ജസ്റ്റ് ഇളക്കി ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കിട്ടാൽ മതി. ഇങ്ങനെ ഈസി ആയിട്ട് ഇളകി പോരും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 2 സ്ക്രൂ, ഇവിടെ പോലെ 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പാലിൽ ഈ മാറ്റാൻ പറ്റത്തുള്ളൂ. ഈ ഫ്രെയിമില്ല, ഈ ഒരു ഫ്രെയിം മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിത് ഇനി അടുത്തായിട്ട് ഇളക്കാം. ഈ ഒരു സ്ക്രൂ അഴിക്കണമെങ്കിൽ നമ്മളിത് ഈ ഒരു ചെറിയ ഫ്രെയിം കൂടി മാറ്റണം. അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയ 2 ക്ലിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും നീറ്റായിട്ട് ഈ സ്ക്രൂസ് ഇരിക്കുന്നത് കണ്ടോ, ഇവിടെ. ഇപ്പോൾ നമുക്കിത് രണ്ടും അൺസ്ക്രൂ ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു സ്ക്രൂ ആണ് എടുക്കാനുള്ളത്. ഇതൊരു സ്ക്രൂ ഇളക്കുന്ന ഒരു എളുപ്പമാണ്. ആദ്യമേ ഇതുണ്ട്, ഏറ്റവും ടോപ്പിലെത്തി നമ്മൾ ഇളക്കി ഇങ്ങനെ മാറ്റുക. അതിന് ഇതെടുത്തു. നേരത്തെ നമുക്ക് ഈ പാലിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഈസിയായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ. കാണിക്കാം, ഈ 2 സൈഡിൽ നിന്ന് അങ്ങനെ ചെയ്യാം. നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാനുള്ളേ ഉള്ളൂ കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങനെ പോകും. നമ്മൾ ഇവിടെ കുറേ സ്ക്രൂസ് ഉണ്ട്, ഈ സ്ക്രൂ എല്ലാം നമ്മൾ അഴിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സംഭവം എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് പ്രധാനമായിട്ട് നിൽക്കുന്നത് ഈ ഇവിടുത്തെ 2 സ്ക്രൂ, ഇവിടുത്തെ 2 സ്ക്രൂയിലുമാണ് നിൽക്കുന്നത്. അതുപോലെ ഈ ഒരു സംഭവം കൂടി എടുക്കണം, എങ്കിൽ മാത്രമേ ഇത് ടോട്ടൽ ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് എടുക്കാൻ പോകണേ. നമ്മൾ അത്രയും ഈ സ്ക്രൂ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇങ്ങനെ പോകും കേട്ടോ. ഇച്ചിരി സൂക്ഷിക്കണം കേട്ടോ. നമുക്കിതിൻ്റെ അകത്ത് ഇത്രയും ഭാഗം മാത്രമേ മാറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ തന്നെ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. മുമ്പോട്ട് ഇങ്ങനെ പിടിക്കും. ഇത് ബാക്ക് സൈഡിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, അതിന് ഇട്ടോണം കേട്ടോ. അത് നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് 2 ഇതുണ്ടോ. നമുക്ക് നമ്മുടെ റേഡിയോ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ. ഇത് പ്ലെയർ, ഇത് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇതിനിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് മാത്രമാണ് നമ്മൾ മാറ്റുന്നത്. അതായത് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു കണക്ഷൻ ഇതിൻ്റെ അകത്ത് നിന്ന് വിടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ശകലം കുറച്ച് ശക്തിയായിട്ട് വലിച്ചാൽ മാത്രമേ പുറകോട്ട് വരത്തുള്ളൂ കേട്ടോ. അതിപ്പോൾ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഇതുണ്ട്, ഈ ഒരു ഭാഗം പ്രസ് ചെയ്തിട്ട് പുറകോട്ട് വലിക്കുക. അപ്പോൾ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ ഈ FM ആൻറ്റിനയുടെയാണ് ഇത് കേട്ടോ. ഇത് നമ്മൾ ഊരണം ഇനി അടുത്തായിട്ട്. നമ്മൾ ഈ ഒരു വയർ ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഈ വയറിൻ്റെ കണക്ഷൻ ഡിറ്റാച്ച് ചെയ്ത്. അതുപോലെ തന്നെ ഇത് FMൻ്റെ ആൻറ്റിന ഉപയോഗിക്കുന്ന വയറാണ് കേട്ടോ. ഇത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ എടുത്തത് കേട്ടോ. എഴുതിയിട്ടുണ്ട് FM, അതുണ്ടോ എഴുതിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഡിറ്റാച്ച് ചെയ്തത്. അപ്പം നമ്മൾ ഈ ഒരു പ്ലെയർ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിന് പകരം നമ്മുടെ പുതിയ മൾട്ടിമീഡിയ കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. ഞാൻ ക്യാമറ ഒന്നും വെക്കുന്നില്ല, ജസ്റ്റ് ബ്ലൂടൂത്ത് അതുപോലെ തന്നെ നാവിഗേഷനും അതൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ക്യാമറയുടെ ഞാൻ സെറ്റ് ചെയ്യുന്നില്ല തൽക്കാലം. പക്ഷേ അതിനുള്ള ഓപ്ഷൻസ് അതിൻ്റെ അകത്തുണ്ട്, വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാം ക്യാമറ വെക്കുവാണെങ്കിലും. മൾട്ടിമീഡിയയുടെ പേര് എസോഗോ എന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മൾട്ടിമീഡിയയുടെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. ഇത് പ്രധാന കണക്ഷൻ പോകേണ്ടത് ഇങ്ങോട്ടാണ്, നമ്മുടെ പവർ വരേണ്ടത് ഇങ്ങോട്ടാണ്. പിന്നെ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് ഈ ഒരു കണക്ഷനാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ വന്നാണ് ഈ ഒരു കണക്ടർ കേട്ടോ. അപ്പോൾ ഞാനത് ഓൾറെഡി അത് കുത്തി ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി, അത് ഓക്കെ ആവും. പിന്നെ ഈ ഒരു ഭാഗം നമ്മുടെ നേരെ ഈ പവറിൻ്റെ ഭാഗത്ത് കൊടുക്കണം. ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണേ. അതിന് ശേഷമാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പവർ വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, പവർ ഓൺ ആയിട്ടുണ്ട്.
ബാക്കി ഇൻ്റർഫേസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളിപ്പോൾ ഓൺ ആവുമെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളായിരുന്നു. അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് കുറച്ച് സ്ലോ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് വെയ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അതുപോലെ ഗൂഗിൾ മാപ്പ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാം. ടേൺ ഓഫ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, നമുക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്കത് എടുക്കാം. എന്നിട്ട് നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യാം. ഇതുകൂടെ വന്നാണ് ബാക്കിയുള്ള കുറേ വയറുകളും കാര്യങ്ങളൊക്കെ. ഇത് GPS-ൻ്റെ റിസീവറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ GPS-ൻ്റെ കണക്ഷൻ, ഈ ഒരു കണക്ഷൻ ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. GPS എന്ന് എഴുതിയിരിക്കുന്നില്ലേ, അവിടെ അത് കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ കാറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ USB നമുക്ക് ഫീമെയിൽ വന്നിട്ടുണ്ട്. USB ഫീമെയിൽ, അത് നമുക്ക് വേണമെങ്കിൽ കാറിൻ്റെ എവിടെയെങ്കിലും ഇൻസൈഡിലകത്ത് എവിടെയെങ്കിലും കൊടുക്കാം. നമുക്ക് പിന്നെ എന്തെങ്കിലും പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മ്യൂസിക്കിൻ്റെ അത് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ചെയ്യാൻ പറ്റുമോ. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ USB-യുടെ 2 കണക്ഷൻ കൂടെയാണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന പ്ലെയർ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവം നമുക്ക് വേണം കേട്ടോ. ഇതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്രെയിം നമുക്ക് ഊരിയെടുക്കണം കേട്ടോ. കാണാൻ പറ്റും, ഈ ഒരു നമ്മൾ ഫ്രെയിം മാറ്റി കേട്ടോ. നമുക്ക് തിരിച്ച് അതിൻ്റെ അകത്ത് പോകേണ്ടതാണേ. ഈ ഒരു ഫ്രെയിം മാറ്റി ഇപ്പോൾ അത് നമ്മൾ തിരിച്ച് നമ്മുടെ ആ സ്ലോട്ടിൻ്റെ അത് വെക്കേണ്ടതാണ് കേട്ടോ. കുറച്ച് മുമ്പ് എടുത്ത് ആ ഫ്രെയിം ഞാൻ തിരിച്ചിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കാണിക്കാവേ, കാണുന്നുണ്ടല്ലോ. അയ്യോ, ഒറ്റയ്ക്ക് ക്യാമറ എന്നുണ്ട്, ഭയങ്കര പടുതുണ്ട്. നമ്മൾ ഈ ഫ്രെയിം തിരിച്ച് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിം വെച്ചിട്ട് വേണം നമുക്ക് ടൈറ്റ് ചെയ്യാൻ. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ രണ്ടിൻ്റെ ടൈറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രം ഇത് ഇട്ടാൽ മതി കേട്ടോ. രണ്ടും സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുക ഇതുപോലെ. ഓക്കെ, അതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് പ്രോപ്പറായിട്ട് കയറ്റി വെക്കാൻ പറ്റും. നമ്മൾ പഴയ റേഡിയോയ്ക്കകത്ത് നിന്നെടുത്ത ഫ്രെയിം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ 4 സ്ക്രൂവും ചെയ്യുക കേട്ടോ. 4 സ്ക്രൂവും ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കണക്ഷൻസ് എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കണക്ഷൻസ് എടുത്ത് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. GPS വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ FM റേഡിയോയുടെ വരുന്നുണ്ട്. ബാക്കി പവറും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ഞാൻ കുറച്ച് പറഞ്ഞ പോലെ ഞാൻ ക്യാമറയുടെ കണക്ഷൻ കൊടുക്കുന്നില്ല, അതുകൊണ്ട് അതില്ല. അല്ലെങ്കിൽ അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഫ്രെയിം നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കുകയാണെന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ ഈ ഒരു 4 സ്ക്രൂ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്ഷൻസ് കൊടുക്കാം കേട്ടോ. ആദ്യമേ നമുക്ക് ഈ USB-യുടെ ഇതുണ്ട്, ഈ വൈറ്റ്, ഇത് രണ്ടും നമുക്ക് കൊടുക്കാം. അത് നമ്മളിതിൻ്റെ ഈ ഡാഷ്ബോർഡിൻ്റെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. താഴെ കിടക്കുന്നുണ്ട്, അത് USB-യുടെ കണക്ഷനാണ്. അപ്പോൾ നമുക്കത് ആദ്യം കൊടുക്കാം. ഇതിൻ്റെ അത് കറക്റ്റ് സ്യൂട്ടാവുന്ന അത് കുത്തിയാൽ മതി കേട്ടോ. അതിന് കൺഫ്യൂഷനൊന്നുമില്ല. ഈ ഒരു പ്ലഗ് കയറത്തക്ക രീതിയിലാണ് ഇതിൻ്റെ എന്താ പറയുക ഇൻപുട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല കേട്ടോ. ഓക്കെ, അത് ഞാൻ ചെയ്തിട്ട് കാണിക്കാം. USB-യുടെ നമ്മൾ കണക്ട് ചെയ്തു. അടുത്ത് നമുക്ക് ആൻറ്റിനയുടെ കൊടുക്കുന്നുണ്ട്. ആൻറ്റിൻ എന്നുള്ള എഴുതിക്കുന്നില്ലേ, അവിടെ നമുക്ക് കൊടുക്കാം ആൻറ്റിനയുടെ കണക്ഷൻ. ഓക്കെ, അത് വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കൊടുത്താൽ മതി. ഇതാണ് വണ്ടിക്കകത്ത് നിന്ന് വരുന്ന ആൻറ്റിനയുടെ കണക്ഷൻ. ഇത് നമ്മൾ ഈ ഒരു ഗ്രീൻ ഇതിൻ്റെ അകത്ത് കൊടുക്കണം. പറ്റും ആൻറ്റിനയുടെ കണക്ഷൻ കൊടുത്തു. ഇനി അടുത്തത് ലാസ്റ്റ് ഇതിൻ്റെ പവർ, ഈ ഗ്രീന്, ഐ മീൻ ഈ ബ്ലൂ, ഈ പവർ കണക്ഷൻ നമ്മൾ കൊടുക്കാൻ പോകണം കേട്ടോ. ഇവിടെ കണക്ഷൻ കൊടുത്തു ഉണ്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യം എല്ലാ കണക്ഷൻസും കൊടുത്തു. ഇനി നമ്മൾ അതുപോലെ തന്നെ നമുക്ക് GPS-ൻ്റെ കൂടി കണക്ട് ചെയ്യാം കേട്ടോ. GPS നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കണക്ട് ചെയ്യണം. ഇതാണ് GPS-ൻ്റെ, അത് ഈ ചെറുതുണ്ട്. ഇതാണ് GPS-ൻ്റെ കണക്ഷൻ വരുന്നത്, അത് നമുക്ക് കണക്ട് ചെയ്യാം. GPS-ൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കണക്ഷൻസ് എല്ലാം ആയി കേട്ടോ. നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഇത് സ്ക്രൂ ചെയ്യാം. നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് ശേഷം മാത്രം നമ്മൾ സ്ക്രൂ ചെയ്യാം കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പവർ ഓൺ ചെയ്തു കേട്ടോ. ഇന്റർഫേസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്കിനി ഗൂഗിൾ മാപ്പൊക്കെ അങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് പെയർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്ലേ ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് എല്ലാം വർക്കാവുന്നുണ്ട്. ഇനി നമ്മൾ പ്രോപ്പറായിട്ട് ഇത് പിന്നെ സ്ക്രൂ ചെയ്ത് വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഉറപ്പിച്ചു. ഇനി ഈ സ്ക്രൂ വെക്കുക. അതിന് ശേഷം ഈ ഫ്രെയിം വെച്ചതിന് ശേഷം ഇത് അങ്ങോട്ടകത്തോട്ട് കയറ്റി വെക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഫ്രെയിം വെച്ചു, വൃത്തിയായിട്ട് വെച്ചു. ഇതിന് ശേഷം ഇത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് മറക്കരുത് കേട്ടോ. ഈ 2 സ്ക്രൂ ചെയ്യുക. അതിന് ശേഷം ക്ലിക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കുക. ഇനി നമുക്ക് ഇത് നമുക്ക് പിന്നാണല്ലോ വെച്ചാൽ മതി. നമുക്കിന്ന്
ഒരു മൾട്ടിമീഡിയ പ്രോപ്പറായിട്ട് അതിൻ്റെ വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ആൻഡ്രോയിഡ് മൾട്ടിമീഡിയ സെറ്റ് ചെയ്തു. വൺസ് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കോളും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.